പെൺകുട്ടികളുടെ മോർഫ് ചെയ്ത ചിത്രങ്ങൾ ടെലിഗ്രാമിൽ വിൽപ്പന നടത്തിയ വള്ളിക്കുന്ന് സ്വദേശി നിതിൻ മോഹൻദാസിനെതിരെ പോലീസ് നടപടിയെടുക്കാത്തത് എതിരെ BJPയുടെ പ്രതികരണം വരികയാണ്. പ്രതിക്ക് മാനസികാസ്വസ്ഥമുണ്ടെന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമം നടന്നുവെന്നാണ് BJP പറയുന്നത്. CPM ഏരിയ കമ്മിറ്റി അംഗം ഇടപെട്ടാണ് തെളിവ് നശിപ്പിച്ചതെന്നും BJP ആരോപിക്കുന്നു. അതേസമയം നിതിന്റെ ഫോൺ വിട്ടു നൽകാൻ ഇടപെട്ടിട്ടില്ല എന്നാണ് വിനയൻ മാഷ് എന്ന വ്യക്തിയുടെ പ്രതികരണം. ഈ പോലീസ് ഇതിനൊരു നല്ല രീതിയിലുള്ള സമീപനമല്ല പോലീസിൽ തുടക്കം മുതൽ കാണുന്നത്. പോലീസാണെങ്കിൽ 4 ദിവസത്തോളം രാവിലെ കൊണ്ടുപോകുക, വൈകുന്നേരം പ്രതിനെ കൊണ്ടുപോയി വിടുക എന്ന് കാണണേ. അപ്പോൾ പ്രതിയെ നാട്ടുകാർ മുഴുവൻ ഈ സംശയം തീർക്കേണ്ടത് പോലീസിന്റെ ബാധ്യതയാണ്. പോലീസിന്റെ ഭാഗത്ത് നിന്ന് ഇവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു അനുകൂലം സാഹചര്യം ഉണ്ടാവുമെന്ന് പറഞ്ഞിട്ട് എത്ര ഒരു ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. കാരണം അവരാണ് നമ്മൾ ഇത്തരത്തിലുള്ള വിഷയങ്ങളൊക്കെ നേരിട്ടിട്ട് പരിഹരിക്കേണ്ട ആളുകൾ. അതായത് ഒരു തെളിവ് നശിപ്പിക്കാൻ വേണ്ട എല്ലാ സാഹചര്യവും ഒരുക്കി കൊടുക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഇവിടെ ഉണ്ടായിട്ടുള്ളത്. ഇവിടുത്തെ ലോക്കൽ സെക്രട്ടറി ആയിരുന്നു, ഇപ്പോൾ ഏരിയ കമ്മിറ്റി മെമ്പറും ബ്ലോക്ക് പഞ്ചായത്തിൽ ജയിച്ചാളെ ജയിച്ച ആ വ്യക്തിയായിരുന്ന ഇയാൾ സ്റ്റേഷനിൽ പോയിട്ട് ഇവൻ്റെ ഫോൺ റിലീസ് ചെയ്ത് കൊടുത്തു. അവൻ അത് എത്തിയ ഉടനെ തന്നെ അവൻ ആ ഫോണിലുള്ള മൊത്തം സംഗതികൾ ഡിലീറ്റ് ചെയ്തു. ഇവന് മാനസികമാണ് എന്ന് വരുത്തി തീർക്കാൻ വേണ്ടി പോലീസ് ഇവനെ 4 ദിവസം ഒരു കോഴിക്കോട് ഒരു മാനസിക ആശുപത്രി കൊണ്ടുപോയിട്ടു. എന്നിട്ട് ആ ഒരു സർട്ടിഫിക്കറ്റും ഇവിടെ ഇവനിപ്പോൾ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട്. പ്രതിയെ രക്ഷപ്പെടുത്താൻ വേണ്ടിയുള്ള എല്ലാ വിധത്തിലുള്ള സംവിധാനങ്ങളും പോലീസ് ചെയ്തു കൊടുക്കുന്നുണ്ട്. ഞാൻ ഈ വിഷയം അറിയുന്നത് ഈ സാന്ദ്ര എന്നുള്ള കുട്ടിയാണ് പറയുന്നത് ഫോൺ പോലീസ് സ്റ്റേഷൻ തിരിച്ചു കൊടുത്തുന്നില്ല. ആ വിഷയം നമ്മളുമാണ് ആദ്യമായിട്ട് അറിയുന്നത്. അങ്ങനെയാണ് ഫോൺ വാങ്ങി എന്നുള്ളതും ഇവർ സ്റ്റേഷനിൽ മുന്നേ പോയിട്ടുണ്ട്. ഫോണ് സ്റ്റേഷൻകാർ വാങ്ങി വെച്ച് തിരിച്ചു കൊടുത്തതിന് സാന്ദ്ര പറയുന്ന അറിവേ നമുക്കുള്ളൂ. അപ്പോൾ അതിൽ നമ്മൾ ആ രീതിയിലൊന്നും ഒരു ഇടപെടൽ നടത്തിയിട്ടില്ല, നടത്തൂല്ല. കാരണം നമ്മുടെ വീട്ടിലൊക്കെ പെൺകുട്ടികളില്ലേ. സോണൽ കൃഷ്ണ വിവരങ്ങളുമായി. സോണൽ, ഇപ്പോൾ ഈ വിനയൻ മാഷ് എന്ന് പറയുന്നത് CPM നേതാവാണ് എന്നുള്ളത് നമ്മൾ ഇന്നാണ് മനസ്സിലാക്കുന്നത്. BJP പ്രവർത്തകർ പറയുന്നത് അനുസരിച്ച് മാത്രമല്ല വളരെ ഗുരുതരമായ ഒരു ആരോപണം കൂടി ഉയരുകയാണ്. മാനസികാസ്വാസ്ഥ്യമുള്ള ആളാണെന്ന് വരുത്തി തീർക്കാൻ അല്ല, അതായത് ഈ പോലീസ് പിടികൂടിൽ നിന്ന് ഒഴിവാക്കാനുള്ള ശ്രമങ്ങൾ കൃത്യമായി നടപ്പാക്കി ഇത് ഈ പാർട്ടി നേതാവിന്റെ നേതൃത്വത്തിലാണ് എന്നുള്ളൊരു ആരോപണം കൂടിയാണ് BJP ഉയർത്തുന്നത്. ഇന്നലെ സാന്ദ്ര പരാതിക്കാരി നമ്മളോട് നേരിട്ട് പറഞ്ഞ പേരാണ് ഈ വിനയൻ മാഷ് എന്നുള്ളത്. അപ്പോൾ സോണൽ കൃഷ്ണയുടെ അന്വേഷണത്തിൽ എന്താണ് അറിയാനാകുന്നത്? സ്മൃതി, പ്രധാനമായി പറയേണ്ടത് ഈ പരിസരത്തുള്ള പ്രാദേശിക BJPയുടെ നേതാക്കൾ ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഇതൊക്കെ തന്നെയാണ്. അവരുടെ പ്രതികരണത്തിൽ നിന്ന് നമുക്ക് വ്യക്തമായത് അതായത് പോലീസ് ഈ പ്രതിക്ക് അനുകൂലമായിട്ടുള്ള നിലപാട് സ്വീകരിക്കുന്നു. ആ ഫോൺ തിരിച്ചു കൊടുക്കാൻ വേണ്ട ഇടപെടൽ നടത്തിയിട്ടുള്ളത് വിനയം മാഷാണ് എന്നാണ് സാന്ദ്ര ഉൾപ്പെടെ പറഞ്ഞിട്ടുള്ളത്. പക്ഷേ അത് നിഷേധിക്കുന്ന സാഹചര്യം വിനയം മാഷയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നുണ്ട്. ഇന്നലെ നമ്മൾ ഇതുമായി ബന്ധപ്പെട്ട് വിനയം മാഷെ സമീപിച്ചതാണ്. ആ സമയത്ത് മാഷ് പറഞ്ഞത് താൻ സ്റ്റേഷനിൽ പോയിരുന്നു, പക്ഷേ അത് ഈ ആവശ്യവുമായിട്ടായിരുന്നില്ല. തൻ്റെ ഭാര്യ ആക്സിഡൻ്റ് ആയിരുന്നു, അതുമായി ബന്ധപ്പെട്ട കാര്യം അന്വേഷിക്കാൻ വേണ്ടിയാണ് സ്റ്റേഷനിലെത്തിയത്. ആ സമയത്ത് SIയോ CIയോ ഒന്നും തന്നെ കാണുന്ന സാഹചര്യം ഉണ്ടായിട്ടില്ല. പക്ഷേ അവിടെ ഈ പയ്യൻ്റെ, അതായത് പ്രതി എന്ന് സംശയിക്കുന്ന ആളുടെ അച്ഛനെയും അമ്മയെയും അവിടെ കാണുന്ന സാഹചര്യമുണ്ടായി. അവരെ കണ്ട് സംസാരിച്ചു, തിരിച്ചു പോന്നു. അല്ലാതെ ഈ കേസുമായി ബന്ധപ്പെട്ട് ഒരു ഇടപെടലും നടത്തിയിട്ടില്ല എന്നുള്ളതാണ് ഈ വിനയ മാഷ പറയുന്ന പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും ഈ വിഷയത്തിൽ കടുത്ത പ്രതിഷേധം അത് BJP രേഖപ്പെടുത്തുന്നുണ്ട്. ഇന്ന് മഹിളാ മോർച്ചയുടെ നേതൃത്വത്തിൽ വള്ളിക്കുന്ന് വലിയ പ്രക്ഷോഭം നടത്താനുള്ള പ്ലാന് BJPയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതും പ്രധാനപ്പെട്ട കാര്യമാണ്. എന്തായാലും നിരന്തരം ഉണ്ടാകുന്ന ഇത്തരം സമ്മർദ്ദങ്ങളെ അതിജീവിക്കൽ എങ്ങനെ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചോദ്യം. എന്തായാലും BJP ആരോപിക്കുന്ന മറ്റൊരു ആരോപണം മാനസിക അസ്വാസ്ഥ്യമുണ്ടെന്ന് വരുത്തി തീർക്കാനുള്ളൊരു ശ്രമം ഇവരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുണ്ട്. 4 ദിവസത്തോളം ഇയാളെ കോഴിക്കോടുള്ള ഒരു ആശുപത്രിയിൽ കൊണ്ടുപോകുന്ന സാഹചര്യം കൂടി ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത്. ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ പോലീസിൽ അന്വേഷിച്ചപ്പോൾ അറിഞ്ഞിട്ടുള്ളത് കഴിഞ്ഞ കുറച്ച് ദിവസമായി ഇയാൾക്ക് മാനസികമായി വളരെ സമ്മർദ്ദത്തിലാകുന്ന സാഹചര്യമുണ്ട് ഈ പ്രതി എന്ന് സംശയിക്കുന്ന ആൾക്ക്. അതുകൊണ്ട് തന്നെ കൃത്യമായി അതിനു വേണ്ട ശുശ്രൂഷ നൽകുന്നതിന് വേണ്ടിയിട്ടാണ് ഇത്തരം സമീപനങ്ങൾ സ്വീകരിച്ചത് എന്നുള്ളതാണ് ആ പോലീസിന്റെ ഭാഗത്ത് നിന്ന് നമുക്ക് ലഭിക്കുന്ന വിവരം. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ തെളിവുകൾ ശേഖരിക്കാൻ വേണ്ടി വിദഗ്ധ സംഘം ഇന്നലെ തന്നെ പരപ്പനങ്ങാടിയിൽ എത്തിയിട്ടുണ്ട്. മലപ്പുറത്തിൽ നിന്നുള്ള സൈബർ വിദഗ്ധരാണ് അന്വേഷണ സംഘത്തിന്റെ കൂടെ ചേർന്നിട്ടുള്ളത്. അങ്ങനെയെങ്കിൽ ഫോണിൽ നിന്ന് ഏത് വിധേനയും ഇത്തരത്തിലുള്ള തെളിവുകൾ കണ്ടെത്തുക എന്നുള്ളതാണ് ലക്ഷ്യം. അങ്ങനെയെങ്കിൽ മാത്രമേ കൂടുതൽ തെളിവുകൾ ലഭിച്ചാൽ മാത്രമേ അറസ്റ്റ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്ക് കടക്കാൻ കഴിയൂ. എന്തായാലും ഈ പരാതിക്കാരികളായ യുവതികൾ സൂചിപ്പിച്ചതുപോലെ ഒരുപക്ഷെ മൊബൈൽ ഫോൺ മാറ്റിയിട്ടുണ്ടെങ്കിൽ, ഈ ഡിവൈസ് മാറ്റിയിട്ടുണ്ടെങ്കിൽ, ടെലിഗ്രാമിനെ സംബന്ധിച്ച് നമുക്കറിയാം നമ്മുടെ നമ്പർ വെച്ച് ഏത് ഡിവൈസിൽ വേണമെങ്കിലും നമുക്ക് ഓപ്പൺ ചെയ്യാൻ സാധിക്കുന്ന ഒരു ആപ്ലിക്കേഷനാണ് ടെലിഗ്രാം. അങ്ങനെയെങ്കിൽ മറ്റേതെങ്കിലും ഡിവൈസ് ഉപയോഗിച്ചിട്ടാണോ ഈ കൃത്യങ്ങളൊക്കെ ചെയ്തത് എന്നുള്ളൊരു ചോദ്യമാണ്. അത് കണ്ടുപിടിക്കേണ്ടത് പോലീസാണ്. അതിന് വിദഗ്ധമായിട്ടുള്ള പരിശോധന വേണം. കഴിഞ്ഞ ദിവസം ഇതിന്റെ വീട്ടിൽ പരിശോധന നടത്തിയ സമയത്ത് ലഭിച്ചിട്ടുള്ള ഡിവൈസ് മാത്രമാണ് ഇപ്പോൾ പോലീസിന്റെ കയ്യിലുള്ളത്. അത് റിട്രൈവ് ചെയ്ത സമയത്ത് ഏകദേശം 70,000-ഓളം ഫോട്ടോ ആ ഫോൺ വാങ്ങിയത് മുതൽ ഇതുവരെ റിട്രൈവ് ചെയ്യാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. അതിൽ നിന്ന് ക്രോസ് ചെക്ക് ചെയ്ത് കണ്ടെടുക്കേണ്ട നടപടിക്രമങ്ങൾ
അന്വേഷണങ്ങളാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത്. ശരി സോണൽ, മറ്റേതെങ്കിലും ഏതായാലും ഡിവൈസ് നമ്മുടെ വഴിയാണ് വാർത്തയ്ക്ക് ശേഷം പെൺകുട്ടികളുടെ തുറന്നു പറച്ചിലിന് ശേഷം പെട്ടെന്ന് തന്നെ ഇടപെടൽ ഉണ്ടാകുന്നു എന്നുള്ളതാണ്. സൈബർ പോലീസ് ഇപ്പോൾ അവിടുത്തെ ലോക്കൽ പോലീസുമായി ബന്ധപ്പെട്ട് അന്വേഷണത്തിലേക്ക് കടന്നിരിക്കുന്നു എന്നുള്ളത് ഒരു വളരെ പോസിറ്റീവായ കാര്യമാണ്. വളരെ വേഗം പ്രതി പിടിയിലാകട്ടെ, പ്രതി അറസ്റ്റ് ചെയ്യുന്ന നടപടിയിലേക്ക് കടക്കട്ടെ എന്നുള്ളതാണ്. കൂടുതൽ പരാതികൾ ഇപ്പോൾ നേരത്തെ പറഞ്ഞത് പ്രകാരം ഷാദ് പറഞ്ഞ പ്രകാരം കൂടുതൽ പെൺകുട്ടികളും അവരുടെ കുടുംബാംഗങ്ങളും പരാതികളും വിവരങ്ങളുമായി ഞങ്ങളെ സമീപിച്ചുകൊണ്ടിരിക്കുകയാണ്.